പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ബാലറ്റ് പെട്ടി കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ബാലറ്റ് പെട്ടി കാണാതായത് ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ള ഒരു നിരീക്ഷണം നേരത്തെ ഹൈക്കോടതി നടത്തിയിരുന്നു. ഇന്ന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. വിവരങ്ങളുമായി ശ്രീലക്ഷ്മിയുണ്ട്. ശ്രീലക്ഷ്മി, ഈ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എബി, പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റൽ ബാലറ്റുകളാണ് കാണാതായിരുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ഹൈക്കോടതി കേസ് പരിഗണിക്കുകയുണ്ടായി. ഈ സംഭവം ഗുരുതര വിഷയമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് കൂടാതെ ഈ സംഭവത്തെക്കുറിച്ച് ബാലറ്റ് പെട്ടി കാണാതായ സംഭവം കോടതിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് ഇന്ന് ഹർജി പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. കോടതി ഈ പോസ്റ്റൽ ബാലറ്റ് പെട്ടി എണ്ണാതിരുന്നതിനെ തുടർന്ന് ഹർജിക്കാരന്റെ ആവശ്യപ്രകാരം ഈ ഹർജികൾ കോടതിയിലേക്ക് മാറ്റുന്നതിനായി സ്ട്രോങ് റൂമിൽ നിന്ന് മാറ്റുന്നതിനായി സ്ട്രോങ് റൂം തുറക്കുന്ന സമയത്താണ് ബാലറ്റ് പെട്ടി കാണാതായി എന്നൊരു സംഭവം പുറത്തു വരുന്നത്. ഇത് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന വോട്ട് പെട്ടികളിൽ ഒന്നാണ് കാണാതായത്. ഇത് പിന്നീട് മറ്റൊരിടത്തു നിന്ന് കണ്ടെത്തുകയായിരുന്നു. ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ നിന്നും സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ കാണാതായ പെട്ടി സഹകരണ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഇത് സൂക്ഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം നൽകുന്ന നടപടികളിലേക്ക് കടന്നിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരത്തിന്റെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇടതിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KPM മുസ്തഫയാണ് ഹർജി നൽകിയത്. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 348 തപാൽ വോട്ടുകൾ അസാധുവാക്കിയെന്നും ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് അത്തരമൊരു ഹർജി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലാ കളക്ടർ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നും ആണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് സൂചന. അതേസമയം തന്നെ ഈ വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നേരത്തെ നൽകിയിരുന്നു. ഈ നോട്ടീസിനും ഉദ്യോഗസ്ഥർ മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അബദ്ധത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പെട്ടിയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് പെട്ടി മാറിപ്പോയി എന്ന തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. ഇതെല്ലാം സംബന്ധിച്ച് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് കാണാതായ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ബാലറ്റ് പെട്ടി കാണാതായത് അതീവ ഗുരുതരമുള്ള വിഷയമാണെന്ന് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടെടുത്ത ബാലറ്റ് പെട്ടി അടക്കമുള്ള മറ്റ് ബാലറ്റ് ബോക്സുകൾ പ്രത്യേകം സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാലറ്റ് പെട്ടി കാണാതായ സംഭവത്തിൽ സബ് കളക്ടർ പ്രത്യേക അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് കേസ് ഇന്ന് പരിഗണിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീലക്ഷ്മി കൊച്ചിയിൽ നിന്ന്.